നമുക്ക് പലപ്പോഴും ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൂടുതലും നമ്മൾ നോക്കുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റിനേക്കാളും മാർക്കറ്റ് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഇതിനാണ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇതിനാണ് കൂടുതലുള്ളത്. ഇപ്പോൾ യൂലിപ്പിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് മാച്ചിങ് ആയിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യാൻ ചാൻസ്. ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനാണ്, റിട്ടയർമെൻറ്റ് ആണെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫണ്ട് നെയിം ഉണ്ട്. ഇപ്പോൾ ICICI മ്യൂച്വൽ ഫണ്ടിനും SBI മ്യൂച്വൽ ഫണ്ടിനും HDFC മ്യൂച്വൽ ഫണ്ട് ഇതിനെല്ലാത്തിനും ഇങ്ങനത്തെ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ പർട്ടിക്കുലർ സ്കീം ചൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്മിറ്റഡ് ആയിരിക്കണം 5 വർഷത്തേക്ക് നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. 5 വർഷം നമ്മളുടെ ഫണ്ട് ലോക്കിനിലായിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഉദാഹരണം പെൻഷൻ ഫണ്ടിൽ നമ്മൾ ഇട്ടു, അത് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ അതോ മന്ത്ലി എടുക്കാനേ പറ്റുള്ളൂ, എങ്ങനെയാണ്? നമസ്കാരം, എല്ലാവർക്കും പെൻഡാറ്റ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ കാറ്റഗറികളെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളെ പറ്റി സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളെ പറ്റിയിട്ടാണ്. എനിക്ക് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അധികമൊന്നുമില്ല, പക്ഷേ അതിനെപ്പറ്റി ഒന്ന് പറയുന്നതൊന്നും നല്ലതായിരിക്കും. 2 ഫണ്ടുകൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ ഫണ്ട്, ഇതാണ് മെയിനായിട്ടുള്ള ഫണ്ടുകൾ. പിന്നെ ഇത് രണ്ടിനും 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓരോ ഫണ്ട് ഹൗസിനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജികളാണ്. അപ്പോൾ ചിലർ കംപ്ലീറ്റ്ലി ഇക്വിറ്റി എന്നുള്ള രീതിയിൽ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്, അത് ടാക്സ് ബെനിഫിറ്റൊക്കെ ഉണ്ട്. പിന്നെ ചിലത് ബാലൻസ് ആയിട്ടാണ് ചെയ്യണത്, ഇക്വിറ്റിക്കും ഡെറ്റിനും പ്രാധാന്യം കൊടുത്തിട്ട്. അതേമാതിരി ചില ഫണ്ടുകളെന്ന് പറഞ്ഞാൽ അവർ ഇക്വിറ്റി ഫണ്ടാണ്, എന്നാൽ റിട്ടയർമെൻറ്റ് ഫണ്ടിൽ ഒരു ടൈം കഴിഞ്ഞാൽ അതിൽ വിഡ്രോവൽ പ്ലാനും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻകം പോലെ അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. പിന്നെ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ വയസ്സനുസരിച്ചിട്ട് കുട്ടികളുടെ എത്ര വർഷം വരെ, ഇപ്പോൾ കുട്ടികൾക്കൊരു ഒന്നില്ലെങ്കിൽ 5 വർഷം വരെ വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു മെച്യൂർ ഏജ് ആകുമ്പോൾ പൈസ എടുക്കാവോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബേസിക്കലി നമ്മൾ 2 പ്ലാനിൽ നമ്മൾ ചെയ്യണ. അപ്പോൾ നമ്മൾ പ്ലാനിൽ ചേരുന്ന സമയത്ത് തന്നെ നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച്. അല്ല, ഇത് ഈ പ്ലാൻ അങ്ങനെയാണ്. ഇപ്പോൾ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനാണ്, റിട്ടയർമെൻറ്റ് ആണെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാനാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫണ്ട് നെയിം ഉണ്ട്. ഇപ്പോൾ ICICI മ്യൂച്വൽ ഫണ്ടിനും SBI മ്യൂച്വൽ ഫണ്ടിനും HDFC മ്യൂച്വൽ ഫണ്ട് ഇതിനെല്ലാത്തിനും ഇങ്ങനത്തെ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ പർട്ടിക്കുലർ സ്കീം ചൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്മിറ്റഡ് ആയിരിക്കണം 5 വർഷത്തേക്ക് നമുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. 5 വർഷം നമ്മളുടെ ഫണ്ട് ലോക്കിനിലായിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഉദാഹരണം പെൻഷൻ ഫണ്ടിൽ നമ്മൾ ഇട്ടു, അത് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ അതോ മന്ത്ലി എടുക്കാനേ പറ്റുള്ളൂ, എങ്ങനെയാണ്? ഇതാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ റിട്ടയർമെൻറ്റ് സ്കീമാണെങ്കിൽ നമുക്ക് ഒരുമിച്ചെടുക്കാം. ഓക്കെ. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എടുക്കാൻ. 5 വർഷം ലോക്കിൻ ഉണ്ടെന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ ആവശ്യകത അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അന്നത്തെ ഫണ്ട് വാല്യൂ എത്രയാണോ അത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് അങ്ങനെ നമുക്ക് നോക്കണം. ഇതിൽ തന്നെ ബാലൻസ്ഡ് അപ്രോച്ചും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഫണ്ട് മാനേജർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അത് ഫണ്ടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഇങ്ങനെ മാറ്റാൻ പറ്റുമോ അതോ നമ്മൾ എടുക്കുമ്പോഴുള്ളത്? അത് ഒബ്ജക്റ്റീവ് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ആ ഒബ്ജക്റ്റീവിൽ വല്ല ക്ലോസിൽ മാറ്റം വരുത്തണമെങ്കിൽ അമെൻഡ് ചെയ്യണമെങ്കിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇനീഷ്യലി പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ചെയ്യണത്. അപ്പോൾ ഇത് അവരുടെ സ്ട്രാറ്റജി അതാണ്. നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സ്ട്രാറ്റജി അതാണ്. അപ്പോൾ നമ്മൾക്കത് നോക്കിയിട്ട് ആ സ്ട്രാറ്റജി കൺവിൻസ് ആണെങ്കിൽ നമുക്ക് അതെടുക്കാമെന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ NPS ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് സ്കീമാണ് തന്നെ കമ്പയർ ചെയ്യാവുന്ന ഒരു സ്കീമാണ്. NPS 60 വർഷം വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതേമാതിരി ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് സ്കീമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൂടുതലും നമ്മൾ നോക്കുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റിനേക്കാളും മാർക്കറ്റ് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഇതിനാണ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇതിനാണ് കൂടുതലുള്ളത്. ഇപ്പോൾ യൂലിപ്പിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് മാച്ചിങ് ആയിരിക്കും. ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യാൻ ചാൻസ്, കാരണം എക്സ്പെൻസ് റേഷ്യോ ഒക്കെ വരുമ്പോൾ ഇതിലാണ് കുറച്ചും കൂടിയും കുറവ്. ഇതിലുള്ള ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇൻഷുറൻസ് കവർ ഉണ്ടാവില്ല. യൂലിപ്പിലാണെങ്കിൽ ഇൻഷുറൻസ് കവർ ഉണ്ടാവും.
പക്ഷേ അവിടെ ഈ കോസ്റ്റ് കൂടുതൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ കൺവിൻസിങ് എന്ന് വെച്ചാൽ ഈവൻ അതിലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് യൂലിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്വിച്ച് ചെയ്യണതിന് നമുക്ക് വേറെ ടാക്സ് കൊടുക്കണ്ട. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് യൂലിപ്പിലുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അല്ലാണ്ട് ഇത് ദി ബെസ്റ്റ് ഫണ്ട് യൂലിപ്പിനേക്കാൾ അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കെന്ത് വേണം എന്ന് നോക്കിയിട്ടാണ് നമ്മളിതിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. സൊല്യൂഷൻ ഓറിയൻറ്റഡ് എനിക്ക് തോന്നുന്നു നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഉള്ള ഫണ്ടുകളിൽ ഈ ടാക്സ് സേവർ ഫണ്ട് അല്ലാതെ പിന്നെ ഒരു ലോക്കിനുള്ളത് ഈ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ലോക്കിനില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ